സംഘപരിവാറും ഇസ്ലാമിക വിരോധികളും പലപ്പോഴായി മലപ്പുറം ജില്ലയെ കടന്നാക്രമിക്കാറുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവർ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതലും മുസ്ലിം ഭൂരിപക്ഷമുള്ള, അതായത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. രണ്ടാമതായി, അത്തരത്തിൽ ഭൂരിപക്ഷമുള്ള ആ മലപ്പുറം ജില്ലയിൽ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ മറ്റുള്ള ഹൈന്ദവരെയും ക്രൈസ്തവ സഹോദരങ്ങളെയും എല്ലാം ചേർത്തു പിടിച്ചുകൊണ്ട് അവർ കാഴ്ചവെക്കുന്ന മനോഹരമായ സുന്ദരമായ ആ മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചകൾ പലപ്പോഴായി ഇത്തരം ഇസ്ലാമിക വിരോധികൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയെ ഇത്തരം വർഗീയവാദികൾ പലപ്പോഴായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വരാറുള്ളത്. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ ആ ഒരു പ്രധാന അജണ്ടയ്ക്ക് വലിയ തടസ്സമാണ് മലപ്പുറം ജില്ലയിലെ ആ മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചകൾ. അത് അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ SNDPയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ചും അവിടെയുള്ള മുസ്ലിമീങ്ങളെക്കുറിച്ചും ഒരു വിവാദമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും. കാണാത്തവർക്കായി ഞാൻ ഒന്നുകൂടി കാണിക്കാം. നിങ്ങളുടെ പ്രത്യേക രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. കേട്ടില്ലേ പറഞ്ഞത്? മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ്, ഒരു പ്രത്യേക സംസ്ഥാനമാണ്. സ്വന്തമായി ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല എന്നും ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ ഭയന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നത് എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. മലപ്പുറം പ്രത്യേക ആളുകളുടെ മറ്റൊരു രാജ്യമാണെന്നും വേറൊരു സംസ്ഥാനമാണെന്നും ഈഴവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത നാടാണെന്നും ശുദ്ധ തെമ്മാടിത്തരം നടേശൻ മുതലാളി വിളമ്പിയപ്പോൾ ആ കൂട്ടത്തിൽ ആണൊരുത്തൻ തിരുത്തിക്കൊടുക്കാൻ ഇല്ലാതെ പോയതിൽ ലജ്ജ തോന്നുകയാണ്. മലപ്പുറത്തിന്റെ മണ്ണ് എന്നും മാനവികതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ജ്വലിക്കുന്ന ഗോപുരമാണ്. ചരിത്രമുറങ്ങുന്ന അനേകം മനകളും ഇല്ലങ്ങളും ക്ഷേത്രങ്ങളും കുടികൊള്ളുന്ന നാടുമാണ്. ഗവൺമെന്റ് ജോലി ആവശ്യാർത്ഥമോ മറ്റോ തെക്ക് നിന്നോ ഉത്തര കേരളത്തിൽ നിന്നോ ഏതു മതക്കാരനായാലും മലപ്പുറത്തേക്കെത്തിയാൽ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് സ്ഥിരതാമസത്തിനായി പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മടങ്ങിയവരോ മലപ്പുറത്തിന്റെ മഹിമയും പെരുമയും പറഞ്ഞ് വാചാലരാകുന്നു. മലപ്പുറത്തുകാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീരഷഹീദുകളായപ്പോൾ നമ്മുടെ പല ജില്ലകളിലെയും ആളുകൾ സ്വാതന്ത്ര്യ സമരം എന്തെന്ന് പോലും അറിയുന്നത് സ്കൂളിലെ പാഠപുസ്തകങ്ങളിലൂടെയാണ്. ചരിത്രത്തിന്റെ കടിഞ്ഞകാല താളുകൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ സ്നേഹത്തിന്റെയും മാനവികതയുടെയും മലപ്പുറം മഹിമയും പെരുമയും ഇന്ത്യയിലെ മറ്റൊരു ജില്ലയ്ക്കുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറിച്ച് ചിന്തിച്ചവരെയും തെറ്റിദ്ധരിച്ചവരെയും നേരനുഭവത്തിന്റെ സുവർണ നിമിഷങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചില വെട്ടികൾ ധരിച്ചിരിക്കുന്നത് മലപ്പുറം മുസ്ലിമീങ്ങൾ മാത്രമുള്ള നാടെന്നാണ്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS-ഉം മലയാള ഭാഷയുടെ പിതാവായ തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛനുമടക്കം ഈ നാടിന് ഏറ്റവും സമുന്നതരായ എല്ലാ മതവിഭാഗത്തിലെയും ധാരാളം വീരപുത്രന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് മലപ്പുറം. ജാതിയോ മതമോ വർണ്ണ വിവേചനമോ നോക്കാതെ ഹൃദയം കൊണ്ട് മാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു ജില്ലയെ ഏത് അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വിവരക്കേട് പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ വിവരിക്കേണ്ടതാണ്. വരട്ടെ, കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്നത് ചരിത്രം സാക്ഷ്യമാണ്. നോക്ക്, ഇതുപോലെയുള്ള വർഗീയവാദികൾ പലപ്പോഴായി പലതരത്തിൽ വിവാദ പ്രസ്താവനകൾ നടത്താറുണ്ട്. മതം തലയ്ക്ക് പിടിച്ച് ഇത്തരം വർഗീയവാദികൾ വിവാദ പ്രസ്താവനകൾ നടത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അതിനെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്ന പ്രവണതയാണുള്ളത്. കാരണം നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇത്തരം വർഗീയവാദികളുടെ ഇരട്ടത്താപ്പും അതോടൊപ്പം കേരളത്തിലെ സുന്ദരമായ മതസൗഹാർദ്ദത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. ഇത്തരം വർഗീയവാദികൾ പ്രസംഗിച്ചതുകൊണ്ട് ഈ കേരളത്തിലെ സുന്ദരമായ മതസൗഹാർദ്ദത്തെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നിയമപരമായി പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾക്ക് പുറമെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ മലപ്പുറം ജില്ലയുടെ ആ സുന്ദരമായ മാനവികതയും സ്നേഹവും തിരിച്ചറിഞ്ഞ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അവർ മനോഹരമായ കിടിലൻ മറുപടികളാണ്
വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിക്ക് നൽകിയത്. അതിലെ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ജെബിൻ തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഒരു കമൻറ്റാണിത്. 2 വർഷത്തോളം മലപ്പുറത്ത് താമസിച്ചതിൻ്റെ അനുഭവത്തിൽ പറയുന്നു. സഹായ മനസ്ഥിതിയുള്ള സ്നേഹമുള്ള മനുഷ്യർ. സ്വന്തം വീട്ടുകാരെ പോലെയാണ് വാടകയ്ക്ക് നിന്ന വീട്ടുകാർ നമ്മളെയൊക്കെ കണ്ടത്. ഇപ്പോഴും വിളിക്കും, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കും. മലപ്പുറത്തെ അറിയാത്തവർ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. റജി തോമസ് എന്ന മറ്റൊരു സഹോദരൻ്റെ കമൻറ്റാണിത്. ഞാൻ 3 വർഷം മലപ്പുറം ജില്ലയിൽ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു വർഗീയതയും അവിടെയില്ല. ആളുകൾ വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് ജീവിക്കുന്നത്. തെക്കൻ ഭാഗത്തുള്ളവർക്ക് അത് മനസ്സിലാകില്ല. ഇനി ജിതേഷ് തിരുവല്ലി എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ്റെ മനോഹരമായ ഒരു കമൻറ്റ് നമുക്ക് വായിക്കാം. മതത്തെ വിറ്റ് ജീവിക്കുന്ന താനടങ്ങുന്ന എല്ലാ ചിട്ടകൾക്കും മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഒരു ക്രിമികടിയുണ്ട്. നീ അടങ്ങുന്ന വർഗീയ വിഷയങ്ങൾക്ക് വിത്തുകൾ പാകാൻ മലപ്പുറം നിലമൊരുക്കാറില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോവാൻ നിന്നെ പോലുള്ളവരുടെ കാല് പിടിക്കേണ്ടി വരാറില്ല എന്നതും രണ്ടാമത്തെ കാരണം. എടോ, ഔദാര്യം പറ്റി ജീവിക്കാൻ മലപ്പുറത്തെ ജനങ്ങൾക്ക് അറിയില്ല. അധ്വാനിച്ച് ജീവിക്കാനാണ് മലപ്പുറം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർഗീയതയുടെ വേരുകൾ ആ മണ്ണിൽ ആഴത്തിൽ പടർത്താൻ സാധിക്കില്ല എന്നത് വസ്തുതയാണ്. നീ അടങ്ങുന്ന മതവർഗീയ ശക്തികൾ തഴച്ചു വളരാൻ കാരണം മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഔദാര്യവും അനുകമ്പയും നൽകി അവരുടെ ജീവിതത്തെ നിന്റെ കാൽച്ചുട്ടിലാക്കും. പിന്നെ നിന്നെപ്പോലുള്ളവർക്ക് മുമ്പിൽ ഒരായുസ് മുഴുവൻ തലകുനിച്ച് ജീവിക്കേണ്ട. ഇനി രാജഗോപാൽ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ്റെ കമൻറ്റാണിത്. ആരാണ് ഇജാതി ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മലപ്പുറം ഒരു കുഴപ്പവുമില്ല, ഒരു സ്വാതന്ത്ര്യ കമ്മിയുമില്ല. നിങ്ങൾക്കൊക്കെയാണ് ജാതി തലയ്ക്ക് പിടിച്ച് വേർതിരിച്ച് കാണുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പറഞ്ഞ പച്ചയായ മനുഷ്യനെ ദൈവമാക്കി തീയജാതിയിൽ കൂട്ടിക്കെട്ടി മദ്യം വിഷമാണെന്ന് പറഞ്ഞ ഗുരുദേവനെ വെല്ലുവിളിച്ച് മദ്യക്കച്ചവടം നടക്കുന്നു. അതുകൊണ്ട് സ്വയം നന്നാവൂ, എന്നിട്ടു മതി മലപ്പുറത്തെ നേരെയാക്കാൻ വരവ്. ഇനി സനൽകുമാർ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ്റെ കമൻറ്റ് വായിക്കാം. ഞാൻ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ മലപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നിവരെ കാണാൻ പറ്റില്ല. കുറേ മലപ്പുറം മനുഷ്യരെ മാത്രമേ കാണാൻ കഴിയൂ. അതാണ് അവരുടെ സംസ്കാരം, അതാണ് അവരുടെ നന്മ. വായെടുത്താൽ 3-കിട ജാതി വിദ്വേഷം പുലമ്പുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന മഹാന് അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലുമില്ല എന്ന് ഒരു എറണാകുളം സ്വദേശി ഒപ്പ്. ഇനി ദിലീപ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ്റെ കമൻറ്റ് വായിക്കാം. അവിടെ ചെന്നിട്ട് അവിടെ താമസിക്കുന്ന ഇതര മതസ്ഥരെ കണ്ട് ചോദിക്കുക, മലപ്പുറത്ത് താമസിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന്. അവർ പറയും, ഞങ്ങൾ ഇവിടത്തെക്കാൾ സന്തോഷമായും എവിടെയും കഴിയാൻ പറ്റില്ല എന്ന്. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഹൈന്ദവ സഹോദരങ്ങൾ മറുപടി നൽകുന്നത്. ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് സുന്ദരമായ മതസൗഹാർദ്ദം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെ തന്നെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെല്ലാം മനോഹരമായ മതസൗഹാർദ്ദ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ ഒറ്റക്കെട്ടായി മറുപടി നൽകുക തന്നെ ചെയ്യും.